ലോകത്തിന് ശാന്തിയും വെളിച്ചവും പ്രത്യാശ നൽകുവാനായാണ് യേശു ഈ ഭൂമിയിൽ വന്നത്. ക്രിസ്മസ് നാളിൽ മദ്യപിച്ച് മയക്കുമരുന്നുകൾ കഴിച്ച് വഴക്കുണ്ടാക്കി ആ പ്രതിസന്ധികൾ സൃഷ്ടിക്കുവാനല്ല യേശു വന്നത്. ശാന്തിയും സമാധാനത്തിന്റെ സന്ദേശമായിട്ടാണ് കർത്താവായ യേശു ഈ ഭൂമിയിൽ വന്നത്. യേശു ആരാണ്? യേശുവിന്റെ ജനനം എങ്ങനെയാണ് സംഭവിച്ചത്? നമുക്കറിയാം. മറിയുടെ അടുക്കൽ വന്ന് പറഞ്ഞത്, നീ ഒരു മകനെ പ്രസവിക്കാൻ പോവുകയാണ്, ഇത് അസാധ്യമായ കാര്യമാണെന്ന് പറഞ്ഞപ്പോൾ ദൈവത്താൽ അസാധ്യമായ ഒരു കാര്യവുമില്ല. നമ്മൾ അസാധ്യമെന്ന് ചിന്തിക്കുന്ന കാര്യങ്ങളെ സാധ്യമാക്കാൻ കഴിയുന്ന ഒരു രക്ഷകനാണ് യേശു കർത്താവ്. സുഹൃത്തെ, നിന്റെ ജീവിതത്തിൽ അസാധ്യമെന്ന് ചിന്തിക്കുന്ന, പ്രയാസമെന്ന് ചിന്തിക്കുന്ന, ഒരിക്കലും നടക്കില്ലെന്ന് ചിന്തിക്കുന്ന, ജീവിതത്തിൽ നിരാശ വരുത്തുന്നതായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വ്യക്തിയാണോ നീ? അസാധ്യമായ നിന്റെ കാര്യത്തെ സാധ്യമാക്കാൻ കഴിയുന്ന ഒരു യേശു നിനക്കായി ജനിച്ചിരിക്കുന്നു. എബ്രിയദൂതൻ പറഞ്ഞു, ജനിക്കാൻ പോകുന്ന ശിശു വിശുദ്ധ പ്രതിയായിരിക്കും. അവൻ തന്റെ ജനത്തെ, തന്നിൽ വിശ്വസിക്കുന്നവരെ അവരുടെ പാപത്തിൽ രക്ഷിപ്പായിട്ടുണ്ട്. നീ അവൻ യേശു എന്ന് പേർ വിളിക്കണം. എന്താണ് യേശു എന്ന വാക്കിന്റെ അർത്ഥം? പാപങ്ങളിൽ രക്ഷിക്കുന്നവനാണ്. സുഹൃത്തെ, ലോകത്തിൽ ഇന്ന് വരെ ജനിച്ച ഒരു വ്യക്തികൾക്കും മനുഷ്യന്റെ പാപത്തിൽ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രയാസം, പ്രതിസന്ധി എന്താണ്? മനുഷ്യനിൽ കുടികൊള്ളുന്ന പാപമാണ്. പണമുണ്ടെങ്കിൽ എല്ലാം നേടാമെന്ന് വിചാരിക്കുന്നവരുണ്ട്. ജീവിത സൗകര്യങ്ങളുണ്ടെങ്കിൽ എല്ലാം മതിയാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. സൗന്ദര്യമുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ മാറുന്നു വിശ്വസിക്കുന്നവരുണ്ട്. നല്ല ജോലി ഉണ്ടെങ്കിൽ പ്രശ്നങ്ങൾ മാറുന്നു വിശ്വസിക്കുന്നവരുണ്ട്. നല്ല വീടുണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം ഉഷാറാവുന്നു വിശ്വസിക്കുന്നവരുണ്ട്. നല്ല കൂട്ടുകാരെ ബന്ധങ്ങളുണ്ടെങ്കിൽ എല്ലാം നേരെയാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. സുഹൃത്തെ, അതൊന്നുമല്ല നിന്റെ പ്രശ്നത്തിന് പരിഹാരം. സകല മനുഷ്യരും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടമാക്കിയിരിക്കുന്നവരാണ്. മാനവകുലമെല്ലാം പാപത്തിന്റെ അടിമയിൽ ജീവിക്കുമ്പോൾ മനുഷ്യന്റെ പാപത്തെ രക്ഷിപ്പാനായി 2024 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ അവതരിച്ച വ്യക്തിയായിരുന്നു കർത്താവായ യേശു. അവൻ എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് അവന് പേര് ഇമ്മാനുവേൽ എന്നും കൂടിയുണ്ട്. എപ്പോഴും നിന്റെ കൂടെ ഇരിക്കുവാൻ കഴിയുള്ള ഒരു രക്ഷകൻ അത്ര യേശു. നമ്മുടെ ബന്ധുജനങ്ങൾക്കോ ചാർച്ചക്കാർക്കോ സ്നേഹിതർക്കോ ഇപ്പോഴും നമ്മുടെ കൂടെ ഇരിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ പണമുള്ളപ്പോൾ, ജീവിത സൗകര്യങ്ങളുള്ളപ്പോൾ, നല്ല നിലവാരത്തിൽ ജീവിക്കുമ്പോൾ, നല്ല പ്രശസ്തിയുള്ളപ്പോൾ ധാരാളം പേര് നിന്നെ കൂടെ കാണുമായിരിക്കാം. എന്നാൽ നീ ഒറ്റപ്പെടുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, പണം തീരുമ്പോൾ, ദുഃഖിതനാകുമ്പോൾ, നിരാശപ്പെടുമ്പോൾ നിന്നെ ആശ്വസിപ്പിക്കുവാനോ സഹായിക്കാനോ നിന്നെ താങ്ങുവാനോ ആരും വരികയില്ല. അന്ന് യേശു പറയുകയാണ്, ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, ഞാൻ നിന്റെ രക്ഷകനാണ്, ഞാൻ നിന്റെ സഹായകനാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആ രക്ഷകനായ യേശുവിലേക്കാണ് ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നത്. അതുകൊണ്ട് ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നാം മനസ്സിലാക്കണം, ലോകപരമായ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ അല്ല നമ്മൾ രക്ഷിക്കുന്നത്. അതിനേക്കാൾ ഉപരിയായി ഈ ഭൂമിയെ മാനവകുലത്തെ രക്ഷിപ്പാൻ വന്ന യേശു എന്ന ലോകരക്ഷകനിൽ ആശ്രയിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ പേര് നോക്കാതെ, ജാതി നോക്കാതെ, മതം നോക്കാതെ, സമുദായം നോക്കാതെ, നിന്റെ ഹൃദയത്തെ മാത്രം നോക്കിക്കൊണ്ട് നിന്നെ അനുഗ്രഹിപ്പാനും സഹായിപ്പാനും കഴിവുള്ളവനാണ്. മദ്യമോ മയക്കുമരുന്നുകളോ ലഹരി ഉൽപ്പന്നങ്ങളോ നമുക്ക് അസമാധാനത്തിലേക്കും നാശത്തിലേക്കും നഷ്ടത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകുമ്പോൾ യേശു എന്ന ലോകരക്ഷകൻ അവന്റെ ജനനം കൊണ്ടാടുമ്പോൾ ജീവിതത്തിൽ നിന്റെ ഹൃദയത്തിലേക്ക് അവൻ ജനിക്കട്ടെ. ഇന്ന് പൂക്കോട്ടിലല്ല യേശു ജനിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് യേശു ജനിക്കാൻ ആഗ്രഹിക്കുന്നത് നിന്റെ ഹൃദയത്തിലാണ്. ഇന്ന് ലോകരെല്ലാം ഇന്ന് യേശുവിനെ ഉണ്ണിയേശുവായിട്ട് ചിത്രീകരിക്കുകയാണ്. എന്നാൽ യേശു ഈ ഭൂമിയിൽ ജനിച്ചു. അവൻ 33.5 വയസ്സ് ഈ ഭൂമിയിൽ ജീവിച്ചു. അവൻ അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തു, രോഗികളെ സൗഖ്യമാക്കി, പാപികൾക്ക് മാനസാന്തരം കൊടുത്തു. മാനവകുലത്തിന്റെ രക്ഷയ്ക്കായി അവൻ മരക്കുരിശിൽ യാഗമായി തീർന്നു. അവൻ മരിച്ചു, അവനെ കല്ലറയിൽ അടക്കി, അവൻ ഉയർത്തെഴുന്നേറ്റ് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്ന് സ്വർഗത്തിൽ ലഭിക്കുന്നു. അവനോട് പ്രാർത്ഥിക്കുന്നവർക്ക്, അവൻ വിശ്വസിക്കുന്നവന്റെ അടുക്കൽ അവൻ ഇറങ്ങി വന്നവരെ അനുഗ്രഹിപ്പാൻ, ആ സാന്നിധ്യത്താൽ നിറയ്ക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. കർത്താവ് പറയാണ്, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് നിങ്ങളുടെ ഹൃദയവാതിൽ തുറക്കുവാനായി അവൻ വാതിൽ നിന്ന് മുട്ടുകയാണ്. യേശു പറഞ്ഞു, ഞാൻ വാതിൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോട് കൂടി അത്താഴം കഴിക്കും. സുഹൃത്തെ, ക്രിസ്മസ് ആഘോഷിക്കുവാനോ മദ്യപിക്കാനോ പാപത്തിന് വഴി പോകുവാനല്ല, നിന്റെ ഹൃദയത്തിന് ആശ്വാസവും പ്രത്യാശ നൽകുവാനാണ് യേശു എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ഈ ക്രിസ്മസ് നാളിൽ ഒരു പുതിയ യേശു ഈ പുൽക്കൂട്ടിൽ ജനിക്കുകയല്ലേ വേണ്ടത്. നിന്റെ ഹൃദയത്തിൽ അവന് സ്ഥാനം കൊടുക്കുക. ഇന്ന് വരെയും നിന്റെ ഹൃദയത്തിൽ അവന് സ്ഥാനം കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം എന്നറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരത്തിൽ നിന്റെ ഹൃദയത്തിൽ വസിക്കുവാൻ യേശു ആഗ്രഹിക്കുന്നു. അതാണ് ഈ ക്രിസ്മസ് സന്ദേശം. ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ ഭവനത്തിന്റെ അടുക്കൽ വന്ന് നിങ്ങൾ സന്ദേശം അറിയിക്കുമ്പോൾ, ഈ ശബ്ദവീഥികൾ നിങ്ങൾ കേൾക്കുമ്പോൾ, യേശുവിനെ ഈ ക്രിസ്മസ് നാളിൽ സ്വീകരിച്ചുകൊണ്ട് ഒരു പുതിയ അനുഭവത്തിലേക്കും ഒരു പുതിയ ജീവിതത്തിലേക്ക് പോകാൻ ഇടയാക്കട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ഈ ക്രിസ്മസ് നാളിൽ ആ യേശുവിനെ ആഴമായി വിശ്വസിക്കുവാൻ, യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട്
പ്രത്യാശയുള്ളവരായി സമാധാനമുള്ളവരായി കുടുംബത്തെ ദൈവത്തെ ആരാധിക്കുന്ന അനുഭവത്തിലേക്ക് കടന്നു വരികയാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്